എന്താണ് ശരിക്കും ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുന്നത്? കാരണം നമ്മൾ ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുന്നു, ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നു, അതേപോലെ തന്നെ ഈ ആപ്പ് എടുത്തിട്ട് വായ്പ, ലോൺ ആപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകളൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഒന്ന് ചുരുക്കി സാറൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ ലോൺ ആപ്പുകൾ എന്ന് പറയുന്നത് നമുക്കതിനകത്ത് രണ്ട് തരത്തിലുള്ളതുണ്ട്. ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്, പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചതിക്കുഴികളുള്ള ഈ ഡിജിറ്റൽ തട്ടിപ്പുകളായിട്ടുള്ള ലോൺ ആപ്പുകളാണ്. അത് ഈ പറഞ്ഞ പോലെയാണ്, ഒരു ആവശ്യക്കാരനായിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ചിലപ്പോൾ തൊഴിൽ അന്വേഷകരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും പലപ്പോഴും ഇവർക്കും ചെറിയ എമൗണ്ടുകളായിരിക്കും അവർക്ക് അത്യാവശ്യം. അതൊരു എമർജൻസി ആയിരിക്കും. ഒരു 5000 രൂപയുടെ ആവശ്യം, ഒരു 10000 രൂപയുടെ ഒരു ആവശ്യം, ആ പെട്ടെന്നൊരു ആവശ്യം വരുന്നു, അല്ലെങ്കിൽ ഒരു 3000 രൂപയുടെ ഒരു ആവശ്യം വരുന്നു. ഈ ആവശ്യം നിറവേറ്റാനായിട്ട് ഇവർക്ക് കഴിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഇപ്പം നമ്മുടെ ഈ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മൾ ഈ മൊബൈൽ ഫോണിലൊക്കെ നമ്മളിപ്പം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നു. ഇപ്പം നിങ്ങൾ ഈ നമ്മളുടെ AI ഉള്ളതുകൊണ്ട് പലപ്പോഴും ChatGPT മറ്റടക്കമുള്ള പല ഇതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിവൈസ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നമ്മുടെ മൈക്രോഫോൺ പല ആപ്പുകളും നമ്മളറിയാതെ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പൈസ ആവശ്യമുണ്ട്, നമ്മൾ വേറൊരാളുടെ ഫോൺ വിളിച്ചാൽ പറയുന്നത് എനിക്ക് ഇച്ചിരി പൈസ കടം കിട്ടുമോ എന്ന് ചോദിച്ചാൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് മെസ്സേജ് ഇട്ട് ഒരാളോട് വാട്സപ്പിൽ ചോദിക്കുക എനിക്ക് പൈസ തരുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഒരു പക്ഷേ നമ്മളറിയാതെ തന്നെ ഇത് AI വെച്ചിട്ട് തന്നെ ഇത് ഡിറ്റക്ട് ചെയ്യും. അതായത് അത്യാവശ്യക്കാരൻ ഉടൻ തന്നെ നമുക്ക് രണ്ട് പരസ്യം വരികയാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോൾ ഒരു റെയിൽവേ ടിക്കറ്റോ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റോ ചെക്ക് ചെയ്താൽ പിറ്റേ സെക്കൻഡിൽ തന്നെ നിങ്ങൾക്കൊരു 100 കണക്കിന് അഡ്വർടൈസ്മെന്റ് വരിക. അപ്പം ഏത് വിഷയത്തെ പറ്റി ഒരു സെർച്ച് കൊടുത്താൽ അപ്പം തന്നെ നമുക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം ഈ മൈക്രോഫോൺ ഡിറ്റക്ട് ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇതിലേക്ക് പ്രോംപ്റ്റ് ചെയ്ത് വരിക. ഇത് ലോൺ ആപ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോ ഡോക്യുമെന്റ്, ഒരു ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് നിങ്ങൾക്ക് 5000 രൂപ 10000 രൂപ നിങ്ങൾക്ക് തരാം, ഒരു രേഖയും വേണ്ട. അപ്പം പെട്ടെന്ന് അവൻ വീഴും, കാരണം ആവശ്യക്കാരനാണ്. അപ്പോൾ അത് കണ്ടു ഉടൻ തന്നെ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു, ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്യുമ്പം അവിടെയാണ് അപകടം വരുന്നത്. ഈ ഇൻസ്റ്റലേഷൻ സമയത്ത് നമ്മളുടെ ഒരു ഫോണിലേക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം നമ്മളൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഏത് ആപ്പാണെങ്കിലും നമ്മൾ അഗ്രി ചെയ്യണം. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് അവർ പറയുന്ന പല കണ്ടീഷൻസും ഉണ്ട്, നമ്മൾ നോക്കാറില്ല, നമ്മൾ വായിച്ചു നോക്കത്തില്ല. നമ്മൾ നോക്കത്തില്ല. അതിൽ അവർ പറയുന്ന പ്രധാന കാര്യം, ഒന്ന് നിങ്ങളുടെ കോൺടാക്ട് ഞങ്ങൾ ആക്സസ് ചെയ്യും, നിങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങൾ ആക്സസ് ചെയ്യും, നിങ്ങളുടെ മൈക്രോഫോൺ ഞങ്ങൾ ഉപയോഗിക്കും, നിങ്ങളുടെ ക്യാമറ ഞങ്ങൾ ഉപയോഗിക്കും, നിങ്ങളുടെ ഗാലറി ഞങ്ങൾ വ്യൂ ചെയ്യും, നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകൾ ഞങ്ങൾ ഓട്ടോ റീഡ് ചെയ്യും. ഇങ്ങനെ കുറേ ലിസ്റ്റഡ് കണ്ടീഷൻ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാം ഓരോന്നോരോന്നായിട്ട്. ഇതിപ്പോൾ ആരും നോക്കാൻ പോകില്ല, കാരണം ഒരു എമർജൻസി സിറ്റുവേഷൻ നിൽക്കുന്നതുകൊണ്ട് ഇത് ഡിസേബിൾ ചെയ്യാതെ ഇതെല്ലാം എനേബിൾ ചെയ്യും. ചില കാര്യങ്ങൾ ഡിസേബിൾ ചെയ്ത് ഇത് വർക്കും ചെയ്യത്തില്ല. അപ്പം നമ്മളിത് എസ് കൊടുത്ത് 1-2 പ്രാവശ്യം വർക്ക് ആവുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മളെല്ലാം കൂടെ ചേർത്തിട്ട് എസ് കൊടുക്കും. ആ എസ് കൊടുക്കുന്നതോടുകൂടി അപ്പോൾ ഇവരുടെ മനസ്സിൽ അവർ നമ്മളോട് കൺസെൻറ്റ് കൊടുത്തു നമ്മുടെ ഈ ഫോൺ ഉപയോഗിക്കാനും ഗാലറി ഉപയോഗിക്കാനും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് ഉപയോഗിക്കാനും എല്ലാം അവരുടെ ഈ പെർമിഷൻ അവരെടുത്ത് വെച്ചിരിക്കുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നത്, ഈ 7 ദിവസത്തിനുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ അത് തന്നെ പൈസ ഇവരുടെ ഒരു തട്ടിപ്പെന്ന് പറഞ്ഞാൽ 5000 രൂപ കിട്ടുന്നവന് 5000 രൂപ കിട്ടത്തില്ല. പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 1000 മുതൽ 1500 രൂപ അവർ എടുക്കുക. എന്നാലോചിച്ച് നോക്കണം, 5000-ന് 1000 രൂപ പ്രോസസ്സിംഗ് ഫീ, അല്ലെ 1500 രൂപ ആയിട്ട് 3500 രൂപ കൈ കിട്ടും. എന്നിട്ട് തിരിച്ചടയ്ക്കുമ്പം 5500 അടയ്ക്കണം. അപ്പം ഏതാണ്ട് 2000 രൂപയാണ് 7 ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കേണ്ടത്. അപ്പം അത് അടയ്ക്കാതെ വരുമ്പോഴത്തേക്കും ആദ്യം വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. ആദ്യം ഒരു ചെറിയ ഓഫർ ഇടും, ഞങ്ങളെ വീണ്ടും ഒരു ലോൺ തരാമെന്ന് പറയും. ഒരു ലോണല്ല 2 ലോൺ കൊടുക്കും, കാരണം ഒരു ലോണിന് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പം 5000 എടുത്തവന് വീണ്ടും ഒരു 10000 കൊടുക്കും. 10000 കിട്ടുമ്പം അവൻ്റെ ഈ രണ്ടും കൂടെ 7000 കിട്ടുമ്പം ആദ്യത്തെ ലോൺ തിരിച്ചടയ്ക്കും. അടുത്ത ആഴ്ച വീണ്ടും 20000 എടുക്കണം. ഇതാണ് ഈ 5000 എടുക്കുന്ന ഒരാൾ ഒരു മാസം കൊണ്ട് ഒരു ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായി മാറുന്നത്. ഇങ്ങനെയാണ്. ഇത് കൊടുക്കാതെ വരുമ്പോഴത്തേക്കും അവർ കോൺടാക്ട് ലിസ്റ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ആദ്യ റൗണ്ട് കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് മെസ്സേജ് പോകും, ഹീസ് എ ചീറ്റർ, ഹീസ് എ ഫ്രോഡ്സ്റ്റർ, ഇയാൾ ഫ്രോഡാണ്, തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞു കൊടുക്കും. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പേരുമൊക്കെ വെച്ചിട്ട് ഷീസ് എ ബാഡ് വുമണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഫോൺ നമ്പറും വെച്ചിട്ട് ഐ എം അവൈലബിൾ ഫോർ സോ റേറ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മോശപ്പെടുത്തി അയക്കുക. അല്ലെങ്കിൽ മോർഫ് ചെയ്തിട്ട് ന്യൂഡ് ഫോട്ടോസ് ആക്കി അയക്കുക. ഇങ്ങനെ ഒരു ഭീഷണി. ആദ്യം ഇത് അയക്കത്തില്ല, ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ അയച്ചു തരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഭീഷണിയാകും, പേടിക്കും. അപ്പം എവിടെ നിന്നെങ്കിലും കടം മേടിച്ചുകൊണ്ട് പൈസ അടയ്ക്കാതെ വന്നു കഴിഞ്ഞാൽ ഇവർ അവിടെ തന്നെ റിലീസ് ചെയ്യും. അവിടെയാണ് ഈ ചിലർ പലപ്പോഴും ഈ അപമാനം ഭയന്നിട്ട് ആത്മഹത്യയിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്നതൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ തട്ടിപ്പുകൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് പ്രധാന വിഷയം. ഒന്ന്, നമുക്ക് ഒരു രേഖയുമില്ലാതെ ഒരു ആപ്പ് കൊണ്ട് നമുക്ക് പൈസ തരാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇതെന്തോ തട്ടിപ്പാണ്. 2, ചെറിയ എമൗണ്ട് മാത്രമായിരിക്കും ഇവരുടെ ഓഫറുകൾ. 3, ഈ കമ്പനിയുടെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റേറ്റിങ്സും അതിൻ്റെ റിവ്യൂകളോ നോക്കിയാൽ തന്നെ ഇതിനെപ്പറ്റിയുള്ള നെഗറ്റീവ് റിവ്യൂകൾ കാണും.
അതല്ലെങ്കിൽ ചില ആപ്ലിക്കേഷന് പോസിറ്റീവ് റിവ്യൂ മാത്രമേ കാണുള്ളൂ, അതിൻ്റെ അർത്ഥം പെയ്ഡ് റിവ്യൂ ആണ്. അതെ. പിന്നെ ഉള്ളത് ഇവരുടെ ഇന്ത്യയിൽ എവിടെയാണ് ഇതിന് ഓഫീസ് എന്നുള്ള ഒരു അഡ്രസ്സ് കാണത്തില്ല, ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഇതിനകത്ത് ഉണ്ടാവത്തില്ല, വെബ്സൈറ്റോ ഫിസിക്കൽ അഡ്രസ്സോ കാണത്തില്ല. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു റെഡ് ഫ്ലാഗുകളാണ്. പിന്നെ ഇവർ ഇന്ത്യൻ ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു ഇന്ത്യൻ ഗ്രീവൻസ് ഓഫീസർ വെക്കണമെന്നുണ്ട്, അതൊന്നും ഇതിനകത്തുണ്ടാവില്ല. പിന്നെ ഇത് ഏറ്റവും പ്രധാനം, ഇതൊരു NBFC ആണോ, അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ മണി ലെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഇന്ത്യയിലെ നിയമം. അപ്പോൾ ആ നിയമത്തിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? RBIയുടെ വെബ്സൈറ്റിൽ പോയാൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പ് അതിൽ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിൽ ഉൾപ്പെടാതെ ഒരു ആപ്പ് മാത്രം ആയിട്ട് ലോൺ കൊടുക്കാൻ പറ്റില്ല. ആപ്പ് ഒരു മിഡിൽ ഏജൻസി മാത്രമാണ്. ആ ആപ്പിൻ്റെ പിന്നിൽ രജിസ്റ്റേർഡ് ആയിട്ട് ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു NBFC ഉണ്ടാവണം. ഇത് രണ്ടും ഇല്ലാതെയാണ് ഈ ഇത്തരം തട്ടിപ്പ് ആപ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത്. പലതും വിദേശത്തായിരിക്കും പലതിൻ്റെയും രജിസ്ട്രേഷൻ ഉണ്ടാവത്തില്ല, അതിൻ്റെ ലൊക്കേഷനൊക്കെ കാണിക്കുന്നത്. അപ്പം NBFC രജിസ്ട്രേഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ ബാങ്കിൻ്റേതല്ലാത്ത ആപ്പുകൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു രേഖയില്ലാതെ പൈസ തരുന്നെന്ന് പറയുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു ഇന്ത്യൻ ഓഫീസ് ഇല്ലാതിരിക്കുക, ഇന്ത്യൻ ഒരു ഗ്രീവൻസ് ഓഫീസർ ഇല്ലാതിരിക്കുക, ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഇല്ലാതിരിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റും ഈ പറഞ്ഞ നമ്മളുടെ ഗാലറിയും അടക്കമുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള പെർമിഷൻ ചോദിച്ചാൽ ലെജിറ്റിമേറ്റ് ആപ്പുകൾ അതൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത്തരം കണ്ടീഷൻസ് വെച്ച് നമ്മൾ അവിടെ മനസ്സിലാക്കണം ഇതൊരു അപകടമാണ്. ഇനി അപകടത്തിൽ പെട്ടാൽ പലരും നമ്മൾ ആദ്യത്തെ സിറ്റുവേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ, ഭീഷണിക്ക് വധണ്ടാവില്ല, ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ നമ്പർ ബ്ലോക്ക് ചെയ്യുക. ഈ പേയ്മെൻറ്റിന് പിന്നെ നിൽക്കേണ്ട കാര്യമില്ല. പേയ്മെൻറ്റ് ഇങ്ങനെയുള്ള തട്ടിപ്പുകാർക്ക് പിന്നെ കാശ് കൊടുത്തുകൊണ്ടിരുന്നാലും വീണ്ടും ഓരോ ഭീഷണി തുടരത്തും. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യുക. സൈബർ പോലീസ് പോർട്ടലുണ്ട്, സൈബറിൻ്റെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്, cybercrime.gov.in എന്ന് പറഞ്ഞ NCRPയുടെ പോർട്ടലിൽ ഓൺലൈനായിട്ട് ചെയ്യാം. 1930 എന്ന് പറഞ്ഞ നമ്പറിൽ പൈസ പോയിട്ടുണ്ടെങ്കിൽ വിളിച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ലോക്കൽ പോലീസ് സ്റ്റേഷനോ തൊട്ടടുത്ത സൈബർ പോലീസ് സ്റ്റേഷനോ കൊണ്ടുപോയി റിട്ടേൺ ആയിട്ടും കംപ്ലയിൻറ്റ് കൊടുത്ത് അതിന് പരിഹാരം തേടേണ്ടത്. ഒരിക്കലും ഇതിൻ്റെയൊക്കെ ഡോക്യുമെൻ്റ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറുകൾ സൂക്ഷിച്ച് വെക്കണം. വാട്സപ്പ് കോൾ ആണെങ്കിൽ അതിൻ്റെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പേയ്മെൻറ്റ് കൊടുത്ത് ഭീഷണി ഒഴിവാക്കാൻ വേണ്ടി നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു കുറ്റകൃത്യമാണ്. ഭീഷണിപ്പെടുത്തുന്ന ഒരു കുറ്റകൃത്യമാണ്. നമ്മളുടെ ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു കുറ്റകൃത്യമാണ്, സൈബർ കുറ്റകൃത്യമാണ്. അപ്പോൾ അതൊന്നും പരാതിപ്പെട്ട് പോവുക ചെയ്യേണ്ടത്. അത്തരത്തിൽ പേടിച്ച് പുറകോട്ട് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ നാണക്കേട് ഭയന്നോ മാറി നിൽക്കുകയല്ലേണ്ട്. അതിന് നമ്മൾ ഇതുപോലെ നിയമപരമായ നടപടിയിലേക്കാണ് പോകേണ്ടത്.